ഹലോ ഗൈസ്, അപ്പോൾ പാറക്കുട്ടി സ്കൂളിലേക്ക് ഇപ്പോൾ മാറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ അവൾക്ക് പുട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ കഴിച്ചത് ആദിക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ആദിക്കുട്ടൻ്റെ കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അച്ഛൻ്റെ കൂടെയും കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ഒരുപാട് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സ്കൂളിൽ ഈ ബുധനാഴ്ചത്തെ ഈ യൂണിഫോമിൽ അവൾക്ക് ഷൂവിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ചെരുപ്പാണ് ഇടൽ. അപ്പോൾ അങ്ങനെ ആദ്യക്കൂട്ടിന് ആ ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ എല്ലാ ദിവസവും അവന് അലമ്പാണ് ആ ഷൂവിന് വേണ്ടിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ സോക്സും രണ്ടിനും അവന് ഭയങ്കര അലമ്പാണ്. രണ്ടും അവന് ഭയങ്കര ഇഷ്ടമാണ് ഇടാൻ കേട്ടോ. അങ്ങനെ എന്നും കച്ചറ ഉണ്ടാവലുണ്ട്. ഇന്ന് അവനെന്താ ഒരു ലക്കി അടിച്ചിരുന്നു. ബുധനാഴ്ചത്തെ യൂണിഫോമിക്ക് ആ ഒരു ഷൂവിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇത് ആദ്യക്കൂട്ടിനെ കുളിപ്പിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. എണ്ണ തേക്കുന്ന അവന് ഭയങ്കര അറപ്പുള്ള കാര്യമാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് എണ്ണ കാര്യങ്ങളും തേക്കലില്ല. ഇന്ന് എണ്ണയൊക്കെ തേച്ചത് ആ കുട്ടപ്പനായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ടുണ്ട്, മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവനെന്തോ എന്താ പറയുക ഭയങ്കരമായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ വിറക്കിൽ അവനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാറക്കുട്ടിൻ്റെ സ്കൂളിലൊക്കെ വണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ വണ്ടിയിൽ ആക്കി കൊടുക്കാൻ അച്ഛനായിട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണേ. അങ്ങനെ ഫുഡിന് ഇന്ന് ഓംപ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളി ഓംപ്ലേറ്റ് പൊട്ടിച്ചത് ഉള്ളിയിട്ടാണ്ട് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഓംപ്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് മേലെ കുരുമുളക് പൊടിയും ഇതറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓംപ്ലേറ്റ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഉച്ചമയക്കത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. പാറക്കുട്ടി വരാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ പാറക്കുട്ടി വന്ന അവളെ മേലകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. അവളെ സൈക്കിള് കുറച്ച് കേട് വന്നിട്ടുണ്ടായിരുന്നു. ബ്രേക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റേതായ പണിയിലാണ് ഏട്ടൻ. ഒക്കെ ഒന്ന് സെറ്റാക്കി റെഡിയാക്കി കൊടുത്തിട്ട് അവൾക്ക് സൈക്കിൾ ഓട്ടാൻ പഠിക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിട്ട് ഈ ഒരു ഒരുക്കലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അവൾ കുറേ നേരം ഏട്ടന് ഞങ്ങളെ തൊട്ടടുത്തുള്ള വീട്ടിലൂടെ കുറച്ച് നേരമൊക്കെ സൈക്കിൾ ഓട്ടാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ഓട്ടിപ്പോകാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളുടെ സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് വന്നപ്പോഴേക്കും ആദ്യക്കൂട്ടം മൊത്തം അലമാറയിലുള്ള എല്ലാ ഡ്രസ്സും കാര്യങ്ങളും വലിച്ചെറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാം മടക്കി വെച്ച് ഒരു വിധത്തിലൊക്കെ മടക്കി വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ചീത്ത എൻ്റെ വായിൽ നിന്ന് അവന് ചീത്ത കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറുമ്പിലും ദേഷ്യത്തിലാണ് അവൻ. ചെറുതായിട്ട് ചീത്ത കേട്ടിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അവൻ ഭയങ്കര അലമ്പാവും. അങ്ങനെ അവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് എന്നെ കടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ പുറത്തേക്ക് പോയി. ഞാൻ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയതാ രാത്രി ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഫുഡിന് നല്ല പൊറാട്ട, അതേപോലെ ചിക്കന് ഒരു ഗ്രേവി ആക്കിയത്. പിന്നെ ആദ്യക്കൂട്ടിന് വിശന്നപ്പോൾ ആദ്യക്കൂട്ടൻ മേലെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു. പാറക്കുട്ടിക്കായിരുന്നു ബിരിയാണി. ഞാനും ഏട്ടന് പൊറാട്ട ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫിൻ്റെ തലേൻ്റെ എന്തൊക്കെയോ ഭാഗം കൊണ്ടുണ്ടാക്കിയൊരു മിക്സാക്കിയൊരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ ആദ്യക്കൂട്ടിന് തൈരിന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നാളൊരു വീഡിയോയിൽ ഇട്ടില്ല, ആ ഒരു തൈരാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. സൈക്കിൾ ഓടിക്കാൻ പഠിച്ചതിൽ പാറക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി.